കൊൽക്കത്തയിൽ യുവ ഡോക്ടറെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ മമത സർക്കാരിനെതിരെ പ്രതിഷേധം ആളിക്കത്തുകയാണ്. ഡോക്ടർമാർ ഇന്നും പണിമുടക്കി സമരം ചെയ്യുന്നു. പോലീസ് അന്വേഷണത്തിൽ ഗുരുതര വീഴ്ചയാണ് കൊല്ലപ്പെട്ട ഡോക്ടറുടെ കുടുംബം ഉന്നയിക്കുന്നത്. അതേസമയം കേസിൽ കൊൽക്കത്ത പോലീസിലെ 2 SIT ഉദ്യോഗസ്ഥരെയും ആശുപത്രിയിലെ 4 ഡോക്ടർമാരെയും CBI ചോദ്യം ചെയ്തു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, കൊൽക്കത്തയിൽ ഡോക്ടറെ ക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവം അത് രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധത്തിനാണ് കാരണമാകുന്നത്. ഡോക്ടർമാരടക്കം ആരോഗ്യമേഖലയിലെ മുഴുവൻ ആളുകളും പ്രതിഷേധിക്കുന്ന ഒരു വലിയ ക്രൂരമായ കൊലപാതകമാണ് കൊൽക്കത്തയിൽ നടന്നത്. ഇപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പലിനെതിരെ അടക്കം നടപടികൾ വന്നിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ ജിഷ്ണു. വിനോദ്, കൊൽക്കത്തയിൽ PG ഡോക്ടർ കൂട്ടബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ മമതാ സർക്കാരിനെതിരെ പ്രതിഷേധം ആളിക്കത്തുകയാണ്. അതിന് കാരണം ഈ ഒരു കൊലപാതകം നടന്നയുടൻ അതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടും തുടർ നടപടികളിലും വലിയ അലംഭാവം പോലീസും സർക്കാർ സംവിധാനങ്ങളും കാണിച്ചുവെന്നും ഇരയ്ക്ക് നീതി ഉറപ്പാക്കുന്നതുവരെ സമരം തുടരുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഡോക്ടർമാരുൾപ്പെടെ ആരോഗ്യ മേഖലയിൽ ജീവനക്കാർ വലിയ രീതിയിലുള്ള സമരം നടത്തുന്നത്. കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഈ കൊലപാതകം നടന്ന ദിവസങ്ങളിൽ RGKR ആശുപത്രിയിലും ഒപ്പം ബംഗാളിലെ സർക്കാർ ആശുപത്രികളിലും മാത്രമായിരുന്നു സമരം നടന്നിരുന്നതെങ്കിൽ ഇന്നലെ മുതൽ രാജ്യവ്യാപകമായ സമരത്തിലേക്ക് ഡോക്ടർമാരും ആരോഗ്യ മേഖലയിലെ മറ്റ് ജീവനക്കാരും കടക്കുകയാണ്. ഇരയ്ക്ക് നീതി ഉറപ്പാക്കും വരെ സമരം തുടരും എന്നാണ് ഇവർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒപ്പം CBI കേസിൽ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മുതൽ കേസ് അന്വേഷണം ഏറ്റെടുത്ത CBI ഇതിനോടകം തന്നെ 30ഓളം പേരെ ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ മെഡിക്കൽ കോളേജിലെ മുൻ പ്രിൻസിപ്പലും ഡോക്ടർമാരും ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിൽ ചിലരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഒപ്പം ഈ കേസ് അന്വേഷിച്ച ആദ്യം SIT-യിലുണ്ടായിരുന്ന, അതായത് ബംഗാൾ പോലീസിന്റെ സ്പെഷ്യൽ യൂണിറ്റിലുണ്ടായിരുന്ന 2 ഉദ്യോഗസ്ഥരെയും CBI ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ബംഗാൾ പോലീസിനെതിരെയും ഒപ്പം സർക്കാർ സംവിധാനത്തിനെതിരെയും വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഈ ക്രൂരമായ കൂട്ടബലാത്സംഗവും കൊലപാതകവുമാണ് നടന്നിട്ടുള്ളത് എന്ന് ഈ കൊല്ലപ്പെട്ട ഡോക്ടറുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വാക്കുകൾ കൊണ്ട് വിവരിക്കാനാകാത്ത രീതിയിലുള്ള കണ്ണില്ലാത്ത ക്രൂരതയാണ് ആ ഡോക്ടർക്ക് നേരെ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ അത്രയും ഗുരുതരമായ ഒരു സംഭവം ഉണ്ടായിട്ടും അതിന്റെ ആദ്യ മണിക്കൂറുകളിൽ ഗൗരവത്തോടെ കാണാതിരിക്കുകയും അന്വേഷണത്തിന്റെ ഏറ്റവും നിർണായകമായ ആദ്യ മണിക്കൂറുകളിൽ ഈ പോലീസ് യാതൊരു തരത്തിലുമുള്ള നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നും അത് തെളിവുകൾ നശിക്കാൻ കാരണമായെന്നും കുറ്റവാളികൾക്ക് രക്ഷപ്പെടാനുള്ള പഴുതൊരുക്കുകയാണ് മമതാ സർക്കാർ ചെയ്തത് എന്ന വലിയ ആരോപണമാണ് ഇപ്പോൾ പ്രതിഷേധക്കാർ ഉയർത്തുന്നത്. ഒപ്പം ഈ കൊലപാതകത്തിൻ്റെത് മാത്രമല്ല, പശ്ചിമ ബംഗാളിലുടനീളം ക്രമസമാധാന നില തകർന്ന രീതിയിലാണെന്നും സാധാരണക്കാർക്ക് മാത്രമല്ല ഇത്തരത്തിലൊരു ആശുപത്രിയിൽ ഡോക്ടർക്ക് പോലും സുരക്ഷ ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നില്ല എന്ന വലിയ ആരോപണം മുൻപോട്ട് വെച്ചിട്ടുണ്ട്. വിഷയത്തിൽ ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് ഇടപെട്ടിട്ടുണ്ട്. അദ്ദേഹം വ്യക്തമാക്കിയത് ക്രമസമാധാന നില മമതാ സർക്കാരിന്റെ നേതൃത്വത്തിൽ പൂർണ്ണമായും തകർന്നു എന്നുള്ള പ്രസ്താവനയാണ് ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അത്തരത്തിലൊരു വിഷയമുണ്ടാകുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഇനി ബംഗാളിൽ ഉണ്ടാക്കുമോ എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇതിനോടകം തന്നെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും വലിയ പ്രതിഷേധം ഈ PG ഡോക്ടറുടെ മരണവുമായി ബന്ധപ്പെട്ട് സർക്കാർ സംവിധാനത്തിനെതിരെ, ബംഗാൾ പോലീസ് സംവിധാനത്തിനെതിരെ, അവിടുത്തെ RGKR ആശുപത്രി അധികൃതർക്കെതിരെ തുടരുകയാണ്. ഇത്രയും ക്രൂരമായ ഒരു കൊലപാതകം നടന്നിട്ടും അതിന്റെ ഗൗരവത്തോടെ കാണാതെ അതിന്റെ നടപടികളിൽ ഗുരുതരമായ വീഴ്ച പോലീസ് സംവിധാനം വരുത്തി എന്നാണ് ഈ പ്രതിഷേധക്കാർ ആരോപിക്കുന്നത്. ഇന്ന് ഏതായാലും IMAയുടെ നേതൃത്വത്തിൽ 24 മണിക്കൂർ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള സർക്കാർ ആശുപത്രികളിൽ ഡോക്ടർമാരും മറ്റ് ജീവനക്കാരും പണിമുടക്കി പ്രതിഷേധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ബംഗാളിൽ ഈ പ്രതിഷേധം യുവജന സംഘടനകളും ഏറ്റെടുത്തിട്ടുണ്ട്. BJPയുടെ നേതൃത്വത്തിലും ശക്തമായ പ്രതിഷേധം പശ്ചിമ ബംഗാളിൽ നടക്കുന്നു. സർക്കാരിന്റെ അനാസ്ഥയും കെടുകാര്യസ്ഥതയുമാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നതിന് കാരണമെന്നും ഇത്തരം ക്രൂരമായ സംഭവങ്ങൾ അരങ്ങേറുമ്പോഴും പോലീസിന് യാതൊരു തരത്തിലും നടപടി സ്വീകരിക്കാൻ സാധിക്കാത്തത് മമതാ സർക്കാരിന്റെ വീഴ്ചയാണ് എന്നുള്ളതുമാണ് യുവജന സംഘടനകളും ബംഗാളിലെ പ്രതിപക്ഷ പാർട്ടികളും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് മമതാ സർക്കാരിന് വലിയ കനത്ത തിരിച്ചടിയാണ് ഈ ഒരു വിഷയത്തിൽ ഈ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഒരു പ്രതിഷേധ നാടകം മമതാ ബാനർജിയുടെ ഭാഗത്തുനിന്നും തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നതിൽ ചില പോസ്റ്ററുകൾ ഉയർത്തിക്കൊണ്ട് ഇത്തരത്തിൽ
കൊല്ലപ്പെട്ട ഈ ഡോക്ടർക്ക് നീതി ഉറപ്പാക്കണം, പെൺകുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കണം തുടങ്ങിയിട്ടുള്ള പ്ലക്കാർഡ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ സംസ്ഥാനത്തിന്റെ തന്നെ മുഖ്യമന്ത്രിയും ഭരണത്തിന് നേതൃത്വം നൽകുന്ന മറ്റ് MLA-മാരും തൃണമൂൽ കോൺഗ്രസ് നേതാക്കളും അണിനിരന്നുകൊണ്ടൊരു പ്രഹസന നാടകം, പ്രതിഷേധ നാടകം കൊൽക്കത്തയിൽ അരങ്ങേറിയിരുന്നു. ആ ഭരണത്തിന് നേതൃത്വം നൽകുന്നവർ തന്നെ ഈ പെൺകുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കണം, അല്ലെങ്കിൽ സംസ്ഥാനത്ത് ക്രമസമാധാന നില തകർന്നു എന്ന പോസ്റ്ററുകൾ ഉയർത്തിക്കൊണ്ട് ഒരു പ്രതിഷേധ നാടകം നടത്തുന്നത് ഇതാദ്യമായിട്ടായിരിക്കും. ഇത്തരത്തിൽ വലിയ പ്രതിഷേധം സർക്കാരിനെതിരെ ഉയർന്ന സാഹചര്യത്തിലായിരുന്നു ഈ പ്രതിഷേധ നാടകം അല്ലെങ്കിൽ ഒരു പ്രതിഷേധ മാർച്ച് മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും നടത്തിയത്. വിനോദ്. ജിഷ്ണു കൃഷ്ണൻ, അതേപോലെ തന്നെ ബംഗാളിൽ പ്രതിപക്ഷ കക്ഷികളൊക്കെ പ്രതിഷേധവുമായി രംഗത്തുണ്ടെങ്കിലും രാജ്യവ്യാപകമായുള്ള പ്രതിഷേധത്തിന് ഇപ്പോൾ BJP വലിയ പ്രതിഷേധം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യ സഖ്യത്തിൽപ്പെട്ടത് കൊണ്ടാണോ കോൺഗ്രസും ഇടതുപക്ഷ കക്ഷികളും ഒക്കെ വ്യക്തിപരമായി ചില പ്രതിഷേധ കുറിപ്പുകൾ ഇറക്കി എന്നുള്ളതല്ലാതെ പ്രകടമായി ഇവർ രംഗത്ത് വരാത്തത് ബംഗാളിലെ ക്രമസമാധാന നില തകർന്നു എന്ന് പറയുന്നതിൽ ഇവർക്ക് കുറച്ച് പ്രയാസമുണ്ട് എന്ന് തോന്നുന്നു. അതുകൊണ്ടാണോ അവർ പരസ്യമായി രംഗത്ത് വരാത്തത്? ജിഷ്ണു കൃഷ്ണൻ. വിനോദ്, ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ പ്രതികരണങ്ങൾ സെലക്റ്റീവ് ആവുന്നത് നമ്മൾ കാണുന്നത് ഇതാദ്യമായല്ല. ഭാരതത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ഒരേ തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെയുള്ള പ്രതികരണങ്ങൾ അത് പലപ്പോഴും രാഷ്ട്രീയം നോക്കി മാത്രം, അല്ലെങ്കിൽ ചില മാധ്യമങ്ങളുടെ പോലും ഈ വിഷയങ്ങളിലെ പ്രതികരണം, രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ പ്രതികരണങ്ങളെല്ലാം തന്നെ അത് ഏത് സ്ഥലത്താണ് നടന്നത്, ഏത് വിഭാഗത്തിനെതിരെയാണ് നടന്നത്, അത്തരത്തിൽ കൃത്യമായി സെലക്റ്റീവായി പ്രതികരണങ്ങൾ നടത്തുന്നത് ഒരു വിഷയത്തിന്മേൽ ഉണ്ടാകുന്നത് ഇതാദ്യമായല്ല. അതുകൊണ്ട് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു സംഭവം നടന്നത് ബംഗാളിലായതുകൊണ്ട് തന്നെ, മമതാ ബാനർജിയുടെ ബംഗാളിലായതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ മുന്നണിയും ഒരു വിഭാഗം മാധ്യമങ്ങളും ഈ വിഷയത്തിലേക്ക് അധികം ശ്രദ്ധ നൽകാത്തതും അതിനെതിരെയുള്ള പ്രതികരണങ്ങൾ നടത്താത്തതും. അതിനപ്പുറത്തേക്ക് ചില തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകളും ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ മറുപടി പറയണം, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധിക്കുന്ന ഒരു വിഭാഗത്തെയും കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ കണ്ടിരുന്നു. ഒരു സംസ്ഥാനത്തിന് കീഴിലുള്ള ക്രമസമാധാന നില ഉറപ്പാക്കാൻ സാധിക്കാതെ പരാജയപ്പെട്ട് നിൽക്കുമ്പോൾ ആ പരാജയം മറച്ചുവെക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിനെ പഴിചാരുന്ന ചില പ്രതികരണങ്ങളും പ്രസ്താവനകളും പ്രതിഷേധങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നു. ഏതായാലും ഇന്ത്യ മുന്നണിയിൽ, പ്രതിപക്ഷ മുന്നണിയിലെ പ്രധാന കക്ഷി എന്നുള്ള രീതിയിൽ തന്നെയാണ് മമതാ ബാനർജി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിലൊരു വലിയ പ്രതികരണത്തിലേക്ക് പ്രതിപക്ഷം കടക്കാത്തതും പ്രത്യക്ഷ സമരത്തിലേക്ക് പ്രതിപക്ഷം കടക്കാത്തതും. കാരണം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടതിൽ ഏറ്റവും നിർണായകം എന്നുള്ളത് ഈ കൊല്ലപ്പെട്ട ഡോക്ടറുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെയാണ്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, കണ്ണില്ലാത്ത ക്രൂരതയാണ്, അത്രയധികം ക്രൂരതയാണ് ആ ഒരു മനുഷ്യ ശരീരത്തോട് ഈ കുറ്റകൃത്യം ചെയ്തവർ കാണിച്ചിട്ടുള്ളത്. ശരീരത്തിലെ എല്ലുകൾ അടിച്ചൊടിച്ചു, ഒപ്പം കണ്ണ് ഉള്ളിലേക്ക് പോയ അവസ്ഥയിലായിരുന്നു മൃതശരീരം ഉണ്ടായിരുന്നത്. തലയുടെ പിൻഭാഗം പൂർണ്ണമായും തകർന്ന അവസ്ഥയിലായിരുന്നു. ഇരു കാലുകളും രണ്ട് വശത്തേക്കും ഒടിച്ച നിലയിലായിരുന്നു. തുടയെല്ലുകൾ പൊട്ടിയ നിലയിലായിരുന്നു. അത്തരത്തിൽ ക്രൂരമായ പീഡനം, ക്രൂരമായ ബലാത്സംഗം ഏറ്റുവാങ്ങിയാണ് ആ PG ഡോക്ടർ മരണത്തിന് കീഴടങ്ങിയത്. ആ ഒരു വിഷയത്തിൽ പോലും രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് പ്രതിഷേധിക്കാൻ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ തയ്യാറായിട്ടില്ല എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. അതിനപ്പുറത്തേക്ക് വലിയ പ്രതിഷേധം രാജ്യത്തെ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ, പ്രത്യേകിച്ച് ബംഗാളിലെ പ്രതിപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിലും ഡോക്ടർമാരുടെ നേതൃത്വത്തിലും ആരോഗ്യ മേഖലയിലെ ജീവനക്കാരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ തുടങ്ങുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. IMAയുടെ നേതൃത്വത്തിൽ ഇന്നലെ മുതൽ പ്രതിഷേധ പരിപാടികൾ ആരംഭിച്ചിരുന്നു. ഇന്ന് 24 മണിക്കൂർ പണിമുടക്കി സമരമാണ് IMA ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അത് രാജ്യവ്യാപകമായി തന്നെ മുൻപോട്ട് പോകുന്നു. വളരെ കൃത്യമായി പോലീസ് സംവിധാനങ്ങളിൽ ഈ വിഷയത്തിൽ വീഴ്ച വന്നുവെന്നും സർക്കാരിന്റെ അലംഭാവമാണ് ആദ്യ മണിക്കൂറുകളിൽ, അന്വേഷണത്തിന്റെ ഏറ്റവും നിർണായകമായ ആദ്യ മണിക്കൂറുകളിൽ ഒരു അലംഭാവം കാണിച്ചത് കുറ്റവാളികൾക്ക് രക്ഷപ്പെടാനുള്ള പഴുതൊരുക്കാനായിരുന്നു. അതിനുമപ്പുറത്തേക്ക് കഴിഞ്ഞ ദിവസം രാത്രി ഈ സംഭവം നടന്ന RG കാർ ആശുപത്രിയും സമരപ്പന്തലും ഒരു കൂട്ടം ആളുകൾ അടിച്ചു തകർത്തിരുന്നു. അവിടുത്തെ CCTV അടിച്ചു തകർത്തു, സമരപ്പന്തൽ അടിച്ചു തകർത്തു, പോലീസിനെയും ആക്രമിച്ചു. ഈ ഒരു സംഭവം വളരെ കൃത്യമായി സർക്കാർ ഗൂഢാലോചനയിൽ നടത്തിയതാണ് എന്നും സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം തകർക്കാനും ഒപ്പം ഈ ആശുപത്രിയിലെ തെളിവുകൾ നശിപ്പിക്കാനുമാണ് ഈ ഭീകരർ അല്ലെങ്കിൽ ഈ അക്രമകാരികൾ ശ്രമിച്ചത്. അതിന് പോലീസ് ഒത്താശ ചെയ്തതുകൊണ്ട് തന്നെ ഇത് സർക്കാർ സ്പോൺസേഡ് അക്രമമായിരുന്നു എന്ന ആരോപണം RG കാർ ആശുപത്രിയിലെ ഡോക്ടർമാർ, ഈ കൊല്ലപ്പെട്ട ഡോക്ടറുടെ സഹപ്രവർത്തകർ മുൻപോട്ട് വയ്ക്കുന്നുണ്ട്. ഒപ്പം ഈ ഡോക്ടറുടെ കുടുംബത്തിന്റെ മൊഴി ഇതിനോടകം CBI രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുടുംബം വലിയ ആരോപണമാണ് സർക്കാർ സംവിധാനത്തിനെതിരെയും പോലീസിനെതിരെയും ഒപ്പം ഈ RG കാർ ആശുപത്രിയിലെ ചില അധികൃതർക്കെതിരെയും CBIക്ക് മുൻപിൽ മൊഴി നൽകിയിട്ടുള്ളത്. അധികൃതരുടെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ച വന്നു, ഈ കുറ്റകൃത്യത്തിൽ ഇതിൽ ചില അധികൃതർക്ക് പങ്കുണ്ടോ എന്ന് സംശയമുണ്ട് എന്ന മൊഴി പോലും ഈ കുടുംബം CBIക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ 30-ലധികം പേരെ ഇതിനോടകം CBI
ചോദ്യം ചെയ്തിട്ടുണ്ട്. മുൻ പ്രിൻസിപ്പലും ഒപ്പം ആശുപത്രി അധികൃതരും ഈ കേസ് ആദ്യം അന്വേഷിച്ച പോലീസ് സ്പെഷ്യൽ സെല്ലിലെ 2 ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവരെയാണ് ചോദ്യം ചെയ്തത്. ചിലരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ദേശീയ വനിതാ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അത്തരത്തിൽ വലിയ പ്രതിഷേധത്തിലേക്ക് രാജ്യം ദേശീയ തലത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി കൊൽക്കത്തയിൽ ഈ PG ഡോക്ടറുടെ അതിക്രൂരമായ കൊലപാതകം, അതിക്രൂരമായ കൂട്ടബലാത്സംഗവും കൊലപാതകവും മാറുകയാണ്. ഇരയ്ക്ക് നീതി ഉറപ്പാക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. ബംഗാളിൽ ക്രമസമാധാന നില പൂർണ്ണമായും തകർന്നു എന്ന് ആ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ഗവർണർ തന്നെ CB ആനന്ദബോസ് തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടാകുമോ എന്ന് നോക്കിക്കാണണം. കാരണം ഇതൊരു ഒറ്റപ്പെട്ട സംഭവമോ ആദ്യത്തെ സംഭവമായി നമുക്ക് കാണാൻ സാധിക്കില്ല. കഴിഞ്ഞൊരു 2 മാസം എടുത്താൽ നിരവധി സംഭവങ്ങളാണ്. സ്ത്രീകളെ പരസ്യമായി വിചാരണ ചെയ്തുകൊണ്ട് മുടിമുറിക്കുന്നതും പരസ്യമായി വിചാരണ ചെയ്ത് മർദ്ദിക്കുന്നതും ഉൾപ്പെടെയുള്ള നിരവധി സംഭവങ്ങൾ കൊൽക്കത്തയിലും സമീപ പ്രദേശങ്ങളിലും ബംഗാളിന്റെ വിവിധ ഭാഗങ്ങളിലും അരങ്ങേറുമ്പോൾ പോലീസ് നോക്കിക്കുത്തിയായി നോക്കി നിൽക്കുകയാണ്. സർക്കാർ സംവിധാനങ്ങൾക്ക് പ്രവർത്തിക്കാൻ മമതാ ബാനർജിയുടെ ഭരണത്തിന് കീഴിൽ സാധിക്കുന്നില്ല എന്ന വലിയ ആരോപണം ഉയരുന്നതിനിടയിലാണ് ഈ ഡോക്ടറുടെ കൊലപാതകം വലിയ ചർച്ചാ വിഷയമായി മാറുന്നത്. കൃത്യമാണ് ജിഷ്ണു കൃഷ്ണൻ. കാരണം സമാനതകളില്ലാത്ത വലിയ കൊലപാതകം, ക്രൂരമായ കൊലപാതകമാണ് ബംഗാളിൽ നടന്നത്. പക്ഷേ പ്രതിപക്ഷ കക്ഷികൾ, പ്രത്യേകിച്ച് കോൺഗ്രസും ഇടതുപക്ഷ കക്ഷികളും വേണ്ട നിലയിൽ ഇതിനോട് പ്രതികരിക്കുന്നില്ല. കാരണം ഇന്ത്യ സഖ്യത്തിൽപ്പെട്ട മമതാ ബാനർജിയാണ് ബംഗാൾ ഭരിക്കുന്നത്. അതുകൊണ്ട് വേണ്ട നിലയിൽ പ്രതിഷേധമുയർത്താൻ അവർ തയ്യാറല്ല. കാരണം BJP വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന ഒരു കക്ഷി ഭരിക്കുന്ന ബംഗാളിലാണ് ഇത്തരത്തിൽ ക്രമസമാധാന നില തകർന്നിരിക്കുന്നത്. അതുകൊണ്ട് വേണ്ട നിലയിൽ പ്രതിഷേധമുയർത്താൻ അവർ തയ്യാറാവുന്നില്ല. ഒരു വിഭാഗം മാധ്യമങ്ങളും അതുകൊണ്ട് ഈ വാർത്തയോട് വേണ്ട നിലയിൽ അതിന് പ്രാധാന്യം നൽകുന്നുമില്ല. പക്ഷേ ജനൻ TV ശക്തമായി ഇതേപ്പറ്റിയുള്ള വാർത്തകൾ നൽകിക്കൊണ്ടേയിരിക്കുന്നു. ജിഷ്ണു കൃഷ്ണനാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.